ചൂരൽമല ദുരന്തബാധിതർക്കുള്ള വീടുകൾ സമയബന്ധിതമായി നിർമ്മിച്ചു നൽകുക എന്നത് ലീഗിന്റെ ഉത്തരവാദിത്തമാണെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. നിർമ്മാണ സമയത്ത് രാഷ്ട്രീയമായി പല തടസ്സങ്ങളും വന്നു. എങ്കിലും സർക്കാർ സംവിധാനങ്ങളെല്ലാം സഹായമായി കൂടെ നിന്നിരുന്നു. സർക്കാരിന്റെ ദുരിതബാധിതരുടെ പട്ടികയിൽ നിന്ന് മാത്രമേ ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ടുള്ളൂ. അതിൽ തന്നെ 14 അമുസ്ലിം കുടുംബങ്ങളുണ്ട്. 105 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും 18 കോടിയോളം രൂപ സമാഹരിക്കേണ്ടതുണ്ട്. അതിനായി ആപ്പ് വഴിയുള്ള ധനസമാഹരണം തുടങ്ങിയെന്നും PMA സലാം ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് നമ്മോടൊപ്പം ചേരുന്നത്. സലാമക, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വീടുകളുടെ താക്കോൽ ദാനം സർക്കാർ നിശ്ചയിച്ചതിനെ പരിപാടിയേക്കാൾ നേരത്തെ കൊടുക്കുന്നൊരു സാഹചര്യങ്ങളുണ്ട്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഞങ്ങൾ മറ്റാരെങ്കിലും കൊടുക്കുന്നതിനെതിരായിട്ടോ അവരോടുള്ള വാശിയോടോ ഒന്നല്ല ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങളിത് ജനങ്ങൾക്ക് അന്ന് നൽകിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഞങ്ങളെ കൈയഴിഞ്ഞ് സഹായിച്ചു. ആ സഹായം പൂർണ്ണമായ രൂപത്തിൽ സുതാര്യമായ രൂപത്തിൽ ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യത ഞങ്ങളെ പാർട്ടിക്കുണ്ട്. അതാണ് ഞങ്ങൾ നിർവഹിച്ചത്. വളരെ പെട്ടെന്ന് ഞങ്ങളെ ആർക്കിടെക്റ്റ് ടോണിയാണ്, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ആർക്കിടെക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഈ 5 മാസത്തിൽ 2 മാസം മഴയായിട്ട് പോയി. സെപ്റ്റംബർ 1 ഞങ്ങൾ തറക്കല്ലിട്ടു. അതിനുശേഷം ഞങ്ങൾക്ക് 3 മാസം കൊണ്ടാണ് 51 വീടുകൾ പൂർത്തിയാക്കുന്നത്. എല്ലാ പണികളും കഴിഞ്ഞിട്ട് 1100 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട്. അതിൽ തന്നെ എല്ലാ എക്യുപ്മെൻസും നല്ല ഹൈ ക്വാളിറ്റി ഉള്ളത്. അതോടൊപ്പം ഇലക്ട്രിക് കണക്ഷൻ, വാട്ടർ കണക്ഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചത്. ഫർണിച്ചറുകൾ ഞങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെയായി 51 വീടുകളുടെ താക്കോൽദാനം ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പോലെ 28-ാം തീയതി ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് നിർവഹിക്കുകയാണ്. അതിന് ഞങ്ങൾ ആപ്പിലൂടെ പരസ്യമായി കിട്ടിയത് 36.5 കോടി രൂപയാണ്. അത് ഇപ്പോഴും ആപ്പ് ഓപ്പണാണ്. ജനങ്ങൾക്കറിയാം എത്ര കിട്ടി, ആരൊക്കെ തന്നു, അതിൽ എന്ത് ചെലവഴിച്ചു. ചെലവ് ഞങ്ങൾ ആപ്പിൽ പരസ്യമായിട്ട് കാണിക്കണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞങ്ങൾ പ്രതീക്ഷയിനേക്കാൾ വലിയ വില സ്ഥലത്തിന് കൊടുക്കേണ്ടി വന്നു. അതിനുള്ള കാരണം ഈ ഉരുൾപൊട്ടലിലെ ഇരകൾ അവർക്ക് ഈ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ, അവർ താമസിച്ചിരുന്ന പഞ്ചായത്തിൽ തന്നെ കിട്ടണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനനുസരിച്ച് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ മെയിൻ റോഡിൽ, മുട്ടിൽ മേപ്പാടി റോഡാണ്, ആ മെയിൻ റോഡിന് ഓരത്താണ് ഞങ്ങളുടെ സ്ഥലം വാങ്ങിയത്, നിരപ്പായ സ്ഥലം. ആ സ്ഥലത്തിന് സ്വാഭാവികമായും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങളുടെ ടോണിയുടെ ഡിസൈൻ വന്നപ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഏരിയ വന്നു. അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വന്നു, സാധനങ്ങൾക്കുള്ള വില കൂടുതൽ വന്നു. പിന്നെ രജിസ്ട്രേഷൻ്റെ ചാർജ് വന്നു. അതോടൊപ്പം വീടുണ്ടാക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നന്നായി നടന്നു. ഓരോ കുടുംബത്തിനും 15,000 രൂപ വീതം ഞങ്ങൾ കൊടുത്തു. നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് ഓരോ കടയുടമക്കും 1,50,000 രൂപ വീതം ഞങ്ങൾ കൊടുത്തു. തൊഴിൽ ഉപകരണങ്ങളായിരുന്ന ഓട്ടോറിക്ഷ, സ്കൂട്ടർ, ജീപ്പ് ഇതൊക്കെ തകർന്നവർക്ക് അതൊക്കെ വാങ്ങിക്കൊടുത്തു. ഇങ്ങനെയൊക്കെ 2 കോടിയിലധികം രൂപ ഞങ്ങൾക്ക് അതിനു വേണ്ടി ചിലവായിട്ടുണ്ട്. അപ്പോൾ ഈ 36.5 കോടി കൊണ്ട് ഈ 51 വീടുകൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിലും പൂർത്തിയാക്കുക 105 വീടുകൾ എന്ന ഞങ്ങളുടെ ടാർഗറ്റ് എത്തുമ്പോഴേക്ക് തികയാതെ വരും എന്നൊരു കണക്കൂട്ടൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആപ്പ് വീണ്ടും തുറന്നിട്ടുണ്ട്. പരിശുദ്ധ റമദാൻ മാസമാണ്, ഇത് പുണ്യകർമ്മമാണ്. ഇതിലേക്ക് കൈ അഴിഞ്ഞ് സഹായം ചെയ്യുക എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 17-18 കോടി രൂപ കൂടി ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട് ഈ പ്രവർത്തനം പൂർത്തിയാക്കാൻ. അതിനുവേണ്ടി ആപ്പ് 24 ഇന്ന് മുതൽ മാർച്ച് 10 വരെ ഓപ്പണാണ്. കൈയഴിഞ്ഞ സഹായം, ഉദാരമനസ്കര സഹായം അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. 55 കോടിയാണ് ഇപ്പോൾ ആകെ ചെലവ് കണക്കാക്കുന്നത് അല്ലേ? ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് 55 കോടി രൂപയാണ്. ഈ സാധനങ്ങളുടെ വിലക്കയറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ 2 മാസം നല്ല മഴ വന്നു. പിന്നെ അവിടുത്തെ മണ്ണ് ഫൗണ്ടേഷന് വേണ്ടി കിളച്ചു നോക്കിയപ്പോൾ പലപ്പോഴും പൈലിംഗ് വേണ്ടി വന്നു, പില്ലർ കൊടുക്കേണ്ടി വന്നു. സാധാരണ തറ സമ്പ്രദായത്തിനപ്പുറത്തേക്ക് വലിയ ചിലവുള്ള കാര്യങ്ങൾ വന്നു. കിണർ കുഴിച്ചപ്പോൾ വെള്ളം കിട്ടി, പക്ഷേ അടിയിൽ പാറയാണ്. വീണ്ടും 2 മീറ്ററോളം താഴ്ത്തേണ്ടി വന്നു. അതിനുള്ള ചിലവുകളൊക്കെ ഉണ്ട്, കിണർ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ. ധാരാളം ചിലവുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വന്നുപോയി. ഏതായാലും ഞങ്ങളെ പദ്ധതി ഞങ്ങൾ പൂർത്തിയാക്കും, ഒരു സംശയമില്ല. ദൈവാനുഗ്രഹം കൊണ്ടും ഉദാരമനസ്കരായ മനുഷ്യരുടെ സഹായം കൊണ്ടും
ഇത് പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ലീഗിൻ്റെ വീടുകളും സർക്കാരിൻ്റെ വീടുകളും തമ്മിലുള്ള താരതമ്യമാണ്. നേരത്തെ ഈ വീടുകൾ ഇരട്ട വീടുകളാണെന്ന തരത്തിലുള്ളൊരു പ്രചാരണമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാണല്ലോ. എങ്ങനെ കാണുന്നു ഇതിനൊക്കെ? അല്ല, അതൊക്കെ കള്ളത്തരാന്ന് അവർക്ക് തന്നെ മനസ്സിലായല്ലോ, ജനങ്ങൾക്ക് മനസ്സിലായി. അത് പിൻവലിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇല്ല. ഇതൊക്കെ ജനങ്ങൾക്ക് പോയി കാണാവുന്നതല്ലേ. എത്ര ആളുകളെ ഇതുപോലെ കാലാകാലവും വഞ്ചിക്കാൻ കഴിയും? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ആരോടും വാശിയോടൊന്നുമല്ല. ഞങ്ങളുടെ പ്ലാൻ മറ്റൊരാളുടെ പ്ലാൻ കണ്ടിട്ടുണ്ടാക്കിയതുമല്ല. ഞങ്ങളുടെ പ്ലാൻ അത് ആർക്കിടെക്റ്റ് ഉണ്ടാക്കി തന്നു. ഞങ്ങൾ തങ്ങളും നേതാക്കൾ കുഞ്ഞാൻ സാഹിബ് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ഒക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആളുകൾ ഇഷ്ടപ്പെട്ടിരിക്കുക. സർക്കാരിലേക്ക് ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന ആളുകളല്ലേ, മുസ്ലിങ്ങൾ മാത്രമല്ല, ലീഗുകാർ മാത്രമല്ല, 14 അമുസ്ലിം കുടുംബങ്ങൾ ഞങ്ങൾക്ക് അപേക്ഷ തന്നവരുണ്ട്. ആ 14 പേർക്കും ആദ്യ കോട്ടയിൽ 51 ആ 14 പേർക്കും കൊടുത്തിട്ടുണ്ട്. സുതാര്യമായി ഈ 87 കുടുംബങ്ങളെയും വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടത്തിയിട്ട് ആദ്യത്തെ 55 പേരെ തിരഞ്ഞെടുത്തത്. അവർക്ക് വീട് അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. വീടിന് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 51 വരെയുള്ള വീടുകൾ കൊടുത്തു. ഇതെല്ലാം നേരിട്ട് ദുരിതബാധിതരാണ്, നേരിട്ട് ദുരിതത്തിനിരയായവരാണ് ഈ ഗുണഭോക്താക്കളൊക്കെ അല്ലേ? ഗവൺമെൻറ് ദുരിതബാധിതരായി പ്രഖ്യാപിച്ച ലിസ്റ്റിൽ നിന്നാണ് ഞങ്ങൾ എടുത്തത്. സർക്കാർ ലിസ്റ്റിൽ നിന്നാണ്. ഒരാളെ പോലും പുറത്തുനിന്ന് എടുത്തിട്ടില്ല. ഈ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ തുടങ്ങുമ്പോൾ വലിയ തോതിൽ തന്നെ പ്രതിസന്ധികളാണ്. ഭൂമിയുടെ പ്രശ്നങ്ങൾ, അതേപോലെ നിർമ്മാണത്തിന് അനുവാദം കിട്ടാത്ത പ്രശ്നങ്ങൾ. ആരെങ്കിലും ഇതിന് തടസ്സം ഉണ്ടാക്കാൻ ശ്രമിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയമായ വെല്ലുവിളി ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. പിന്നെ ഭരണകക്ഷിയിൽപ്പെട്ട പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ വയനാട്ടിലെ നേതാക്കന്മാരൊക്കെ ഇതിനെ കഴിയുന്നിടത്തോളം നീട്ടിക്കൊണ്ടുപോകാനോ തടുക്കാനോ ഒക്കെ ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ സഹായമാണ് പലയിടത്തുനിന്നും കിട്ടിയത്. തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഭൂമിയെക്കുറിച്ചുള്ള പിന്നെ വിവാദങ്ങളുണ്ടാക്കി, രജിസ്ട്രേഷനെ കുറിച്ചുള്ള വിവാദങ്ങളുണ്ടാക്കി, ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള പറഞ്ഞ വിവാദങ്ങളുണ്ടാക്കി. പക്ഷേ ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോയി. നിയമപരമായ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭൂമി രജിസ്ട്രേഷൻ നടത്തിയതും ബിൽഡിംഗ് നിർമ്മാണം നടത്തിയതും ഇപ്പോൾ ബിൽഡിംഗ് കൈമാറുന്നതും ഒക്കെ പൂർണ്ണമായും നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. സർക്കാർ തടയാൻ ശ്രമിച്ചു എപ്പോഴെങ്കിലും ഈ പ്രവർത്തനങ്ങളെ? അല്ല, പല ഭാഗത്തുനിന്ന് എതിർപ്പും വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നിയമപരമായി ഇത് തടയാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടെടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനുള്ള പെർമിഷനൊക്കെ ലഭ്യമായത്. ഇപ്പോൾ സർക്കാരിൻ്റെ വീടുകളുടെ പണി ഏകദേശം പൂർത്തിയാകും. ലീഗിൻ്റെ വീട് കൈമാറ്റം നടക്കും. അതിനിടയിലാണ് കോൺഗ്രസ് തറക്കല്ലിടാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു താരതമ്യം വരുമ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് കുറേയൊക്കെ തിരിച്ചടി ഉണ്ടാക്കുന്നതായിരിക്കില്ലേ ഈ കാലതാമസം? അല്ല, കാലതാമസം ഉണ്ടായാലും ഒരു സ്ഥലം വാങ്ങിയെന്നാണ് പറയുന്നത്. തറക്കല്ലിടൽ നടക്കുന്ന നാളെ. അപ്പോൾ അവരും ഈ കാര്യത്തിൽ മുന്നോട്ടാണ്. കാലതാമസം ഉണ്ടായാലും ഇല്ലെങ്കിലും പിന്നെ നമ്മുടെ ലക്ഷ്യം സാധിച്ചാൽ മതിയല്ലോ. ഇരകൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഉണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ ഇത് മാറ്റിവെച്ചു മാർച്ച് 1 അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീടിനെക്കുറിച്ച് തുടക്കം മുതൽ വിവാദങ്ങളും അപവാദങ്ങളും പറഞ്ഞ ആളുകൾക്ക് ജനങ്ങൾ ഇപ്പോൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ബോധോദയം ഉണ്ടായിട്ടുണ്ട്. അത് നന്നായി. കൃത്യമായി കള്ളത്തരം പ്രചരിപ്പിക്കുന്നവരാണ് സൈബർ സഖാക്കൾ എന്ന ബോധം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന അത് കാണുന്ന മുഴുവൻ മനുഷ്യർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ സഖാക്കളുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ നേട്ടം. എന്താണെങ്കിലും ലക്ഷ്യമിട്ട വേഗത്തിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആത്മവിശ്വാസം മുസ്ലിം ലീഗിനുണ്ട്. അപവാദങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ വീടുകളുടെ നിർമ്മാണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.